ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ശബദിൻ്റെ പ്രഭാതത്തിൽ പലയിടങ്ങളിലായിരുന്ന നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായി ദൈവം നൽകിത്തരുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകി തരുവാൻ തക്കവണ്ണം നിയുക്തനായിരിക്കുന്ന പാസ്റ്റർ ജോയ് ടി ജോർജ് അവറുകൾ ആണ്. അദ്ദേഹം സൗത്ത് വെസ്റ്റ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം ശുശ്രൂഷ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് ടി ജോർജ് അവറുകളെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആരാധന തുടർച്ചയായി സത്യപ്രതിമ ഗാനങ്ങളിൽ 341 പാട്ട് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 341. വേദവായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. 9 വരെ.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ശാന്തമായ ഈ പ്രഭാതത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് മറ്റൊരു ശബ്ദം കൂടി ഭൂമിയിൽ ദാനമായി തന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ലോകമെമ്പാടും അവിടുത്തെ വിശുദ്ധന്മാർ അങ്ങേ ആരാധിക്കുന്ന ഈ പകലിൽ ചെറിയ കൂട്ടമായി ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ സ്വർഗം പ്രസാദിക്കണം. ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനം അയച്ച് ഞങ്ങളെ വിടിവിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന പാസ്റ്റർ ജോയ് ടി ജോർജിനായി സ്തോത്രം. തൻ്റെ ദാസനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ക്രൂശിൽ മറയ്ക്കണം. അവിടുത്തെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. തൻ്റെ മകൻ്റെ വചനങ്ങൾ അടിയങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു നല്ല ആത്മീയ ചൈതന്യത്തിന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി ഫലം കൈപ്പാൻ സഹായിക്കണം. എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. അടിയങ്ങളുടെ ഇടയിൽ രോഗത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ കഴിയുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം അവിടുന്ന് ആശ്വാസം പ്രദാനം ചെയ്യണം. ഇന്ന് പകൽക്കാലം ദൈവിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. എല്ലാവരും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. മന്നിതിൽ മർത്യനായി വന്ന നാഥൻ, ജീവനേകി ക്രൂശിൽ യാഗമായി. മന്നിതിൽ മർത്യനായി വന്ന നാഥൻ, ജീവനേകി ക്രൂശിൽ യാഗമായി. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. പൊൻകരങ്ങൾ ചേർത്തടിച്ചു ക്രൂശിൽ പാദങ്ങളും, പിടയുന്ന നേരവും എന്നെയോർത്ത് പിളരുന്ന നെഞ്ചാലെ കേണുനാഥൻ. സ്വർഗീയനാഥന്റെ ദിവ്യരക്തം നീജനാമെന്നെയും വീണ്ടെടുത്തു. സ്വർഗീയനാഥന്റെ ദിവ്യരക്തം നീജനാമെന്നെയും വീണ്ടെടുത്തു. തൻ പ്രിയ മകനായി ചേർത്തണച്ചു. ആ കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം.
ചൂടി പീഡയേറ്റോൻ പൊൻകിരീടം ചൂടി വന്നിടുന്നു. കണ്ണുനീരും ദുഃഖദുരിതങ്ങളും മാറിടും നാൾ മഞ്ഞിലാഗതമായി. പ്രിയനാകുമേശുവിൻ ദിവ്യ തേജസ് കാണുവാൻ നേരമായി കാത്തിരിക്കാം. പ്രിയനാകുമേശുവിൻ ദിവ്യ തേജസ് കാണുവാൻ നേരമായി കാത്തിരിക്കാം. യേശുവിൻ വരവിനായി കാത്തിരിക്കാം. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. മന്നിതിൽ മർത്യനായി വന്ന നാഥൻ ജീവനേകി ക്രൂശിൽ യാഗമായി. മന്നിതിൽ മർത്യനായി വന്ന നാഥൻ ജീവനേകി ക്രൂശിൽ യാഗമായി. കാൽവരിയിൽ കാണുന്നു ദൈവസ്നേഹം, യേശു മിശിഹായുടെ ദിവ്യസ്നേഹം. കർത്താവിൽ പ്രിയരെ, സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ശബദാനുഭവം നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ ആധുനിക സമൂഹത്തിൽ മനുഷ്യൻ്റെ കൂടപ്പിറപ്പായി സംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല ആളുകളെയും കാണാറുണ്ട് ആബ്സെൻറ്റ് മൈൻഡഡായിട്ട്, അഥവാ ഓർമ്മക്കുറവുള്ളവർ. ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്കോളേഴ്സ്, തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളിലാണ് ഈ പ്രതിഭാസം കൂടുതലായി കണ്ടുവരാറുള്ളത്. സയൻറ്റിസ്റ്റുകൾ, അവരെ പോലെയുള്ള ആളുകൾ ആണ് ഇതിന് ബലിയാടുകളാകുന്നത്. ആൽബർട്ട് ഷ്വൈറ്റ്സർ, ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന സയൻറ്റിസ്റ്റ് ഒരിക്കൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ കയറി തനിക്ക് അത്യാവശ്യം വായിക്കേണ്ട ഒരു പുസ്തകം എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് പരിശോധകൻ വരികയും ടിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഐൻസ്റ്റൈൻ തൻ്റെ കീശയിലൊക്കെ തപ്പി, ഷർട്ടിൻ്റെ കീശയിലും കോട്ടിൻ്റെ കീശയിലും പാൻറ്റിൻ്റെ കീശയിലും ഒക്കെ തപ്പി, പക്ഷെ ടിക്കറ്റ് കാണുന്നില്ല. അദ്ദേഹം പരിഭ്രാന്തനായി. അപ്പോൾ ഈ ടിക്കറ്റ് പരിശോധകൻ പറഞ്ഞു, സാറ് പരിഭ്രാന്തി പിടിക്കണ്ട, സാറിനെ എനിക്കറിയാം, സാറ് ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, എവിടെയോ മിസ്സായിട്ടുണ്ടാകും, അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട,
സാറിൻ്റെ വായന തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എക്സാമിനർ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഐൻസ്റ്റൈൻ പറയുകയാണ്, അതല്ല വിഷയം, എനിക്കിപ്പോൾ ആ ടിക്കറ്റ് കിട്ടിയേ പറ്റൂ. കാരണം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ആ ടിക്കറ്റിൽ നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഐൻസ്റ്റൈൻ ഈ വണ്ടിയിലിരിക്കുകയാണ്. ആ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, എവിടേക്കാണ് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് സഭയായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ ആരാധിക്കുവാനും ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം. അല്പസമയം അടിയങ്ങൾ അവിടുത്തെ വചനത്തിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ തിരുമേനിയുടെ സാമീപ്യം ഉണ്ടായിരുന്ന അടിയങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പരിശുദ്ധാത്മാവിൽ നിറച്ച് പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആധുനിക ജീവിതത്തിൽ സംഘർഷം അവിഭാജ്യ ഘടകമാണ്. എന്താണ് സംഘർഷം എന്ന് പറഞ്ഞാൽ? ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തെ ബാധിക്കുന്ന എന്തിനേയും നമുക്ക് സംഘർഷം എന്ന് പറയാം. അത് എല്ലാവരെയും ബാധിക്കും. ആബാലവൃദ്ധ ജനങ്ങളെയും അത് ബാധിക്കും. പിറന്നു വീഴുന്ന കുഞ്ഞു മുതൽ കുഴിയിലേക്ക് പോകുന്ന വൃദ്ധൻ വരെ എല്ലാവരെയും സംഘർഷം എപ്പോഴും വേട്ടയാടാറുണ്ട്. സംഘർഷം തുടർച്ചയായിട്ട് ഹൃദയത്തെ വേട്ടയാടിയാൽ എന്തു സംഭവിച്ചു? പലതുള്ളി പെരുവെള്ളമെന്ന് പറയും പോലെ പല പ്രാവശ്യം ഹൃദയത്തെ ഈ സംഘർഷം ബാധിച്ചുകൊണ്ടിരുന്നാൽ അത് മാരകമായ പല രോഗങ്ങളും വരുത്തി വയ്ക്കാം. ഉദാഹരണത്തിന് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, അസ്തമ, അൾസർ, എന്തിന് ഹൃദയാഘാതം വരെ ഉള്ള ജീവിതശൈലി രോഗങ്ങൾ വരാൻ ഏറെ സാധ്യതയുണ്ട് സംഘർഷങ്ങൾ കൂടുതലാകുമ്പോൾ.
അപ്പോൾ സംഘർഷം ആർക്കും തന്നെ ഒഴിവാക്കാൻ കഴിയുകയില്ല. എന്നാൽ മരുന്നില്ലാത്ത ചികിത്സകളാണ് യഥാർത്ഥത്തിൽ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ മാർഗം. എന്താണ് മരുന്നില്ലാത്ത ചികിത്സ എന്ന് പറയുമ്പോൾ? മെട്രോ നഗരങ്ങളിൽ ബോംബെ, ഡൽഹി, കൽക്കട്ട, പൂന തുടങ്ങിയതായ മെട്രോ നഗരങ്ങളിൽ ഇന്നിപ്പോൾ ഒരു പുതിയ ക്ലബ്ബ് ആരംഭിച്ചു വരുന്നുണ്ട്. അതിന് ചിരി ക്ലബ്ബ് എന്നാണ് പറയുന്നത്. എന്താണ് ചിരി ക്ലബ്ബോട് ഉദ്ദേശിക്കുന്നത്? റോട്ടറി ക്ലബ്ബോ അതുപോലെയുള്ള മറ്റൊരു ക്ലബ്ബെന്ന് വയ്ക്കാം. അതിലെ അംഗങ്ങൾ കടന്നു വരുന്നു, കുറേ നേരം ഇരുന്ന് ചിരിച്ചിട്ട് അവർ സന്തോഷമായിട്ട് കടന്നു പോകുന്നു. ഇതെന്നും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മരുന്ന് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ധാരാളം ചിരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സംഘർഷത്തിനൊരു അയവുണ്ടാവുകയും മെച്ചപ്പെട്ട ഹൃദയ ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. രോഗിയായി, അവശനായി, അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, വീട്ടിൽ വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ രോഗിയായിട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോയി ഒരു ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രോഗിയുണ്ട്, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഈ വീട്ടിലേക്ക് ഈ രോഗിയെ കാണാൻ വന്നു. രോഗിയെ കണ്ടു, രോഗിയെ പരിശോധിച്ചു. അദ്ദേഹം ഒരു വലിയ നീണ്ട പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കി കൊടുത്തു. എന്നിട്ട് ആ ബൈസ്റ്റാൻഡറോട് പറഞ്ഞു, ഈ മരുന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് ആ പ്രൊഫസർ പോയി. പക്ഷേ രോഗിക്ക് മരുന്ന് കിട്ടിയില്ല, രോഗിയുടെ രോഗത്തിന് ആശ്വാസം ഉണ്ടായില്ല. പിന്നീട് ഈ ബൈസ്റ്റാൻഡർ തന്നെ പോയി മറ്റൊരു ഡോക്ടറെ വിളിച്ചു, കാര്യം പറഞ്ഞു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം ബൈസ്റ്റാൻഡർക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു, കുറച്ച് കാശും എടുത്ത് കൊടുത്തു, പറഞ്ഞു പോയി മരുന്ന് വാങ്ങിയിട്ട് ഉടൻ വരണം. ഡോക്ടറോടെ കാത്തിരുന്നു. ഈ മനുഷ്യൻ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ബൈസ്റ്റാൻഡറോട് പറഞ്ഞു എന്ത് ചെയ്യണം, ആ മരുന്ന് കൊണ്ട് എന്ത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ആ ഡോക്ടർ പോയി. ഈ രോഗിക്ക്, കിടക്കയിലായിരുന്ന ഈ രോഗിക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ രോഗം മാറുമോ? പ്രൊഫസർക്ക് അറിയാവുന്നത് അതാണ്. പ്രൊഫസർക്ക് നല്ല ജ്ഞാനമുണ്ട്. പ്രൊഫസർ ഒരു നല്ല പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ആ രോഗിക്ക് അതല്ലായിരുന്നു അവിടെ ആവശ്യം. ആ രോഗിക്ക് വേണ്ടിയിരുന്നത് മരുന്നായിരുന്നു. കാരണം വീട്ടിൽ പണവുമില്ല. അപ്പോൾ ആ മരുന്ന് വാങ്ങാനുള്ള പണം വേണമായിരുന്നു. അതാണ് രണ്ടാമത് വന്ന ഡോക്ടർ കൊടുത്തതും. അതാണ് ആ രോഗിക്ക് അത് ലഭിക്കുകയും ആ രോഗിയുടെ രോഗത്തിന് ആശ്വാസം ലഭിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. സദൃശവാക്യങ്ങൾ 17:22 ഇപ്രകാരം പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സന്തോഷമുള്ള ഹൃദയം ഒരു നല്ല മരുന്നാണ്. എന്നാൽ തകർന്ന മനസ്സ് ഓരോ വ്യക്തികളുടെയും അസ്ഥികളെ ഉണക്കും എന്നാണ് പറയുന്നത്. പ്രാചീന കാലം മുതൽ തന്നെ സംഘർഷമകറ്റാൻ മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് മദ്യത്തെ ആയിരുന്നു. നമുക്കറിയാം, എല്ലാ പുരുഷന്മാരും ചെയ്യുന്നതാണ്.
എന്തെങ്കിലും മനസ്സിന് അസ്വസ്ഥത വന്നാൽ, സംഘർഷം വന്നാൽ ഉടൻ മദ്യത്തെ ആശ്രയിക്കുക. പക്ഷെ മദ്യം ഒരിക്കലും അതിനൊരു പരിഹാരമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചനത്തിൽ നിന്ന് നമ്മൾ ശലോമോൻ്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ, സന്തോഷം ആർജിക്കുന്നതിന് വേണ്ടി, സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി ശലോമോൻ കൈവയ്ക്കാത്ത ഒന്നുമില്ല. എല്ലാത്തിനെയും ശലോമോൻ ശ്രമിച്ചു നോക്കി. ശലോമോന് പണമുണ്ടായിരുന്നു, പണത്തിന് കുറവില്ലായിരുന്നു, മാനമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു. ശലോമോനെ പറ്റി പറയുന്നത് 3000 സദൃശവാക്യങ്ങൾ അവൻ എഴുതി, 1005 കവിതകൾ എഴുതി. ലോകത്ത് ഇന്നയോളം ഇത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ശലോമോൻ എല്ലാം പരീക്ഷിച്ചു. ശലോമോനെ പറ്റി ശേബാരാജ്ഞി ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ പറ്റി കേട്ടിരുന്നത് ഒന്നുമില്ല. ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോൾ ഞാൻ കേട്ടത് ഒന്നുമേ ഇല്ല. അതിലൊക്കെ എത്രയോ ഉപരിയാണ് ആ മനുഷ്യൻ. അങ്ങനെയുള്ള ശലോമോൻ രാജാവ് എല്ലാം പരീക്ഷിച്ചിട്ട് അവസാനം പറയുകയാണ്, എല്ലാം മായ, എല്ലാം മായ എന്നാണ് ശലോമോൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എക്കാലത്തെയും ഒരു മുന്നറിയിപ്പും പ്രചോദനവുമാണ് ശലോമോൻ രാജാവ്. ധനത്തിന് സന്തോഷം വാങ്ങാൻ പറ്റുമോ? കുറേ കാശ് കൊടുത്താൽ ഒരു ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി, എനിക്കൊരു 2 കിലോ സന്തോഷം തരാമോ എന്ന് ചോദിച്ചാൽ അവരെടുത്ത് കൊടുക്കുമെന്നുണ്ടെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് ബിവറേജിൻ്റെ മുൻപിലാണ്. ഇനി സന്തോഷത്തിന് ഒരു കട ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് അതിൻ്റെ മുൻപിലായിരിക്കും. സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടും മനുഷ്യൻ അസന്തുഷ്ടനാണ്. മനുഷ്യൻ എപ്പോഴും സന്തോഷം തേടുന്നു, പക്ഷേ കണ്ടെത്താറില്ല. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി യേശു നിർദ്ദേശിക്കുന്ന 7 മാർഗങ്ങളെപ്പറ്റി നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. ഒന്നാമത്തെ മാർഗം കൽപ്പന അനുസരിക്കുക. കൽപ്പന അനുസരിക്കുക. സദൃശവാക്യം 29:18 പ്രകാരം പറയുന്നു: ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് പ്രവചനം 22:14 പറയുന്നത്: വസ്ത്രമലക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് വസ്ത്രമലക്കുക എന്ന് പറയുന്നത്? കൽപ്പന അനുസരിക്കുന്നതിനെയാണ് വസ്ത്രമലക്കുക എന്ന് ഇവിടെ വെളിപ്പാടുകാരൻ പറയുന്നത്. അപ്പോൾ വസ്ത്രമലക്കുന്നവൻ ഭാഗ്യവാൻ, അഥവാ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. വെളിപ്പാടുകാരനായ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: കൽപ്പന അനുസരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരത്രേ. നിയമം അനുസരിക്കുന്നവർക്ക് ദുഃഖത്തിന് ഇടവരില്ല. അത് ദൈവത്തിൻ്റെ നിയമമായാലും രാജ്യത്തിൻ്റെ നിയമമായാലും. ഒരു രാജ്യത്തിന് ഒരു നിയമമുണ്ടാകും. ഓരോ പൗരനും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ദൈവത്തിനും ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിത പാലിക്കുവാൻ ദൈവജനങ്ങളും ബാധ്യസ്ഥരാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ ആയാലും ദൈവത്തിൻ്റെ ആയാലും നിയമം അനുസരിക്കുന്നവർക്ക് യാതൊന്നിനും ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇപ്രകാരം പറയുകയുണ്ടായി: ദൈവത്തെ ഭയന്ന് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവന് സന്തോഷത്തിന്
ഒരു കുറവും ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയക്കാരൻ പറയുകയാണ്, ദൈവത്തെ ഭയന്ന അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവന് സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാകുകയില്ല. എന്നാൽ യേശു പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകയാൽ സന്തോഷിച്ചുകൊള്ളുവീൻ. അതെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകയാൽ സന്തോഷിച്ചുകൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-12 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ട് കഴിഞ്ഞതാണ്. അവിടെ 9 തരത്തിലുള്ളതായ ഭാഗ്യവാന്മാരെ പറ്റി സൂചിപ്പിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പേൻ. സദൃശവാക്യം 3:1 പറയുന്നത്, മകനെ, എൻ്റെ ഉപദേശം മറക്കരുതേ. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. അതേ പ്രിയമുള്ളവരെ, എൻ്റെ ഉപദേശം നീ മറക്കാതെ അത് നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, എൻ്റെ കൽപ്പനയെ നീ അനുസരിച്ചാൽ, നിനക്ക് ദീർഘായുസ്സും നിന്റെ ജീവകാലം മുഴുവൻ സമാധാനവും നിനക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സഭാപ്രസംഗി 1:18 പറയുന്നത്, ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിക്കുമ്പോൾ ദുഃഖവും വർദ്ധിക്കും. അറിവ് കൂടുന്നതിനനുസരിച്ച് വ്യസനവും കൂടും. അറിവ് വർദ്ധിക്കുമ്പോൾ ദുഃഖവും വർദ്ധിക്കും. ദർശനമില്ലാത്തിടത്ത് ജനം നശിക്കുന്നു. എന്നാൽ കൽപ്പന അനുസരിക്കുന്നവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. പ്രിയമുള്ളവരെ, കൽപ്പന അനുസരിക്കുന്നവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും എന്ന് വചനം പറയുന്നു. ഇത് യേശു നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ മാർഗം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നും സന്തോഷിക്കണമെങ്കിൽ, എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ, അതിന് യേശു നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ മാർഗമാണ് കൽപ്പന അനുസരിക്കുക. രണ്ടാമത്തെ മാർഗം തിരുവചന ധ്യാനം. വചനം ധ്യാനിക്കുക. സദൃശവാക്യം 4:4-6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. അതെ, എൻ്റെ വചനത്തെ നീ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പോൾ അത് നിനക്ക് വിവേകം തരും. അതിനെ നീ വിട്ടുമാറരുത്. അതിനെ ഉപേക്ഷിക്കുകയും അരുത്. അത് നിന്നെ എപ്പോഴും സംരക്ഷിക്കും. വചനം ധ്യാനിക്കുന്നവന് സന്തോഷം ലഭിക്കുന്നു. ചിട്ടയോടുകൂടിയ വചന പഠനം ആത്മീയ ജീവിതം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. നമുക്ക്
വചനം പഠിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കണം. ഹൃദയശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ളവരായി വേണം നമ്മൾ വചനം പഠിക്കുവാൻ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം തിരുവചനം വായിച്ചു തീർക്കുവാൻ കഴിയുന്ന ധാരാളം പദ്ധതികൾ ഇന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ചിട്ടയായിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 ആകുമ്പോൾ നമുക്ക് ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ കഴിയും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഒരു ദിവസം 2-3 അധ്യായം മാത്രം വായിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വചനം ആഴമായി പഠിക്കും തോറും നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. അത് നമുക്ക് പ്രചോദനവുമായിരിക്കും. അത് നിങ്ങളുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുവാനും സഹായിക്കും. വചനം വായിക്കുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. നമ്മുടെ രക്ഷകൻ അനുഭവിച്ച സന്തോഷം ലഭിക്കാൻ വചനത്തിൽ ആശ്രയിക്കുക. മത്തായിയുടെ സുവിശേഷം 25:21 പറയുന്നു, അതുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. യജമാനൻ ആഗ്രഹിച്ചത് ചെയ്ത ദാസനോട് യജമാനൻ പറയുന്നു, എൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കാം. നീ എനിക്ക് വേണ്ടത് ചെയ്തിരിക്കയാൽ നീ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നു. അതേ പ്രിയമുള്ളവരെ, നിന്റെ സന്തോഷത്തിന്, എൻ്റെ സന്തോഷത്തിന് യേശു നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ മാർഗം തിരുവചനം ധ്യാനിച്ച് അതിൽ ശ്രദ്ധ വച്ച് അത് ഹൃദയത്തിൽ സംരക്ഷിച്ചാൽ അത് നിന്നെ സംരക്ഷിക്കും, നിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കും. മൂന്നാമത്തെ നിർദ്ദേശം, യേശുവിൻ്റെ സ്വഭാവത്തെ അറിയുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത എത്രയോ ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. അഡ്വന്റിസ്റ്റ് ഭവനങ്ങളിൽ പോലും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ യേശുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ അറിയണം. അത് തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കണം. ജീവിക്കുന്ന യേശുവിനെ നമ്മൾ അറിയണം. ശക്തിയും ധൈര്യവുമുള്ള യേശുവിനെ നമ്മൾ അറിയണം. നീ പ്രതിസന്ധിയിലാകുമ്പോൾ നിന്നെ ഉപേക്ഷിക്കാത്ത യേശുവിനെ നീ അറിയണം. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് നീ അവനെ അറിയണം. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് നീ അവനെ അറിയണം. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അർദ്ധരാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് ഉണരുമ്പോഴും ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയും. കാരണം പ്രാർത്ഥന സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ്. എന്നെയും നിങ്ങളെയും തമ്മിൽ യേശുവുമായി ബന്ധിപ്പിക്കുന്ന, സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥനാ ജീവിതം നിനക്ക് എപ്പോഴും ശുഭമായിരിക്കട്ടെ. നാലാമത്തെ നിർദ്ദേശം, വാഗ്ദത്ത നാട്ടിൽ എത്തുമെന്നുള്ള പ്രത്യാശ നിനക്കുണ്ടാവണം. നീ വാഗ്ദത്ത നാട്ടിലെത്തും എന്ന പ്രത്യാശ നിനക്കുണ്ടാവണം. വേഗം നാം ആ വീട്ടിലെത്തിച്ചേരും. അത് സന്തോഷത്തിൻ്റെ നാടാണ്. എല്ലാ സ്വപ്നങ്ങളും അവിടെ യാഥാർത്ഥ്യമാകും. സങ്കീർത്തനം 35:9 പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. അതേ പ്രിയമുള്ളവരെ, എൻ്റെ ഉള്ള യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. അതുകൊണ്ട്
നമ്മൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നതായ, ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നതായ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ പ്രത്യാശയോടെ ഇരിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കും. കാരണം യേശു പറയുന്നത്, നാം താമസം വിന നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തിച്ചേരും. ആനന്ദത്തിൻ്റെ നാടാണത്. എല്ലാ സ്വപ്നങ്ങളും അവിടെ യാഥാർത്ഥ്യമാകും എന്ന് യേശു പറയുന്നു. ദാവീദ് പറയുന്നു, ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു എന്ന് ദാവീദ് പറയുന്നു. വാഗ്ദത്ത നാട് എന്ന ചിന്ത തന്നെ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാൻ പ്രേരിപ്പിക്കുന്നു. അതെ, നാലാമത്തെ മാർഗം, നമുക്ക് വാഗ്ദത്ത നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും എന്ന പ്രത്യാശ നമ്മിലുണ്ടാകണം. അഞ്ചാമത്തെ മാർഗം, യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് വിശ്വസിക്കുക. യേശു നമ്മുടെ മശിക എന്നും നമ്മുടെ രക്ഷകനെന്നും വീണ്ടെടുപ്പുകാരനെന്നും വിശ്വസിക്കുമ്പോൾ നമുക്ക് പരമാനന്ദം ലഭിക്കും, സന്തോഷം ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകൊണ്ട് ആ വെളിച്ചത്തിൽ അഥവാ ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ. അതെ, ആ വെളിച്ചമെന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. ആ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിപ്പീൻ. നമ്മൾ ഒക്കെയും ചെയ്തു കൂട്ടിയതായ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. എന്നാൽ യേശു പറയുന്നു, ചെയ്തു പോയ പാപത്തെ ഓർത്ത് നീ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും കാര്യമില്ല. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് അനുതപിച്ച് പശ്ചാത്തപിക്കുക. അപ്പോൾ നിന്റെ നഷ്ടപ്പെട്ട സന്തോഷം നിനക്ക് മടക്കി ലഭിക്കും. എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായി യേശു ക്രൂശിൽ അനുഭവിച്ച വേദനയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖം നിസാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 12:26 പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാനിരിക്കുന്ന ഇടത്ത് അവനും ഇരിക്കും എന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും മാനിക്കും. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കാം, അവനിൽ സന്തോഷിക്കാം. യെശയ്യാ പ്രവാചകൻ 61:10 പ്രകാരം പറയുന്നു, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. യെശയ്യാവ് പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും യഹോവയിൽ പ്രമോദിക്കും, അവനിലുള്ള വിശ്വാസം മാത്രം മതി എനിക്ക് സന്തോഷിക്കുവാൻ. അതെ, അവനിലുള്ള വിശ്വാസം മതി എനിക്ക് സന്തോഷിക്കുവാൻ എന്ന് യെശയ്യാവ് പറയുന്നു. അതെ, നമുക്കും അപ്രകാരമായിരിക്കട്ടെ. ആയതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. അവൻ നമ്മുടെ രക്ഷിതാവാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് വിശ്വസിക്കുക. ആറാമത്തെ മാർഗം, സാമൂഹ്യ സേവനം അഥവാ സഹജീവികളോടുള്ള അനുകമ്പ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം കൊണ്ടുവരും. യോബ് 42:10 പറയുന്നത്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ കാര്യം നോക്കും. നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്നത് അവൻ നമുക്ക് തരും. യേശു മരിച്ചതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വീണ്ടെടുപ്പ് ഇന്ന് സാധ്യമായിരിക്കുന്നു. നീ ജനിക്കുമ്പോൾ നീ കരയും,
മറ്റുള്ളവർ ചിരിക്കും. നീ മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയണം. പ്രിയമുള്ളവരെ, മദർ തെരേസ ലോകം കണ്ട ഒരു സാമൂഹ്യ സേവികയായിരുന്നു. മറ്റു ലോക നേതാക്കൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നതിൽ എത്രയോ മടങ്ങ് ആയിരുന്നു മദർ തെരേസയുടെ മരണസമയത്ത് ഉണ്ടായ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ. അവരോടുള്ളതായ ആ ജനത്തിൻ്റെ, ലോക ജനത്തിൻ്റെ ആ ബഹുമാനം അവർ കാട്ടിയത് അപ്രകാരമായിരുന്നു. അതെന്തുകൊണ്ട്? അവർ സമൂഹത്തെ സേവിച്ചു, ജനത്തെ സേവിച്ചു. പ്രത്യേകിച്ച് സാധുക്കളും നിരാശ്രയരായ ആളുകളെ അവർ സേവിച്ചതുകൊണ്ട് അവരെ ലോകം മാനിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന സമയമൊക്കെ സാമൂഹ്യ സേവനത്തിന്, സഹജീവികളോട് അനുകമ്പ കാട്ടുന്നതിന് നാം താല്പര്യം കാണിക്കണം. അത് ദൈവം നിർദ്ദേശിക്കുന്ന 6-ാമത്തെ മാർഗം. 7-ാമത്തെ മാർഗം, സഹജീവികളുമായി കൂട്ടായ്മ ആചരിക്കുക. സങ്കീർത്തനം 133:1, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പൗലോസ് പറയുന്നു, വിശ്വാസികളാണ് എൻ്റെ സന്തോഷത്തിൻ്റെ മകുടം. സഹോദരൻ്റെ മാനസാന്തരത്തിലും സമർപ്പണത്തിലും കൂട്ടു സഹോദരങ്ങൾ അതിയായി സന്തോഷിക്കണം. നീ സമൂഹത്തിന് ഒരനുഗ്രഹമായിരിക്കണം. നീ ആയിരിക്കുന്ന സമൂഹത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കണം. യേശു പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ ആ നാട്ടിൽ പ്രവേശിക്കും, അവിടെ നിത്യസന്തോഷം അവർ അനുഭവിക്കും. പ്രിയമുള്ളവരെ, നമ്മളിന്ന് 7 കാര്യങ്ങൾ, യേശു നിർദ്ദേശിക്കുന്നതായ 7 കാര്യങ്ങൾ പഠിച്ചു. നമുക്കത് ഒന്നുകൂടി ആവർത്തിക്കാം. 1, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അനുസരിച്ച് സന്തോഷമായിരിക്കുക. 2, ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് സന്തോഷിക്കുക. 3, യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അറിയുക, പ്രാർത്ഥിക്കുക. 4, നിത്യസന്തോഷത്തിനായി മഹത്വമുള്ള നാട്ടിൽ എത്തും എന്ന് പ്രത്യാശിക്കുക. 5, എപ്പോഴും സന്തോഷിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുവിൻ. 6, എപ്പോഴും സന്തോഷിക്കുവിൻ, സഹജീവികളെ സഹായിക്കുവിൻ. 7, സഹജീവികളുമായി കൂട്ടായ്മ ആചരിക്കുക വഴി എന്നും സന്തോഷമായിട്ടിരിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 25-ാം വാക്യം 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ഒരു യജമാനൻ 10 താലന്ത്, 5 താലന്ത്, 1 താലന്ത് ഓരോ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്ത് പോയി മടങ്ങി വന്ന് കണക്ക് തീർക്കുമ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 താലന്ത് കിട്ടിയവൻ 10 കൂടെ കൊണ്ടുവന്നു. 5 കിട്ടിയവൻ 5 കൂടെ കൊണ്ടുവന്നു. 1 കിട്ടിയവനോ ആ 1 മടക്കി കൊടുത്തു. അവിടെ 10 കൊണ്ടുവന്നവനോട് എന്താണ് ദാസൻ പറഞ്ഞത്, യജമാനൻ പറഞ്ഞത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതേ പ്രിയമുള്ളവരെ, ഈ പാപപങ്കിലമായ ഭൂമിയെ ശുദ്ധീകരിച്ച് പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കുമ്പോൾ എത്ര മഹത്വമേറിയതായിരിക്കും ആ നാട്. പാപമില്ലാത്ത നാട്, പാപിയില്ലാത്ത ആ നാട്. ശയ്യാപ്രവാചകൻ 35:10 പറയുന്നു, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും
ഓടിപ്പോകും. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയം അവന് സമർപ്പിക്കുമോ? ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ. പ്രിയരെ, ആ സന്തോഷം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് സമർപ്പിക്കുന്നു. നിങ്ങളോ? ആമേൻ. യേശു ക്രിസ്തു എന്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതിന ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മണ്ണിൽ മഹത്വത്തിലാം ഇനി വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ശബത്തിൻ്റെ വിശുദ്ധ മണിക്കൂറിൽ അങ്ങേ സന്നിധിയിലായിരിക്കാനും തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനും അടിയങ്ങളെ പ്രാപ്തരാക്കിയതിനായി തിരുമേനിക്ക് സ്തോത്രം. ഈ സന്ദേശം ഈ സൂം മീഡിയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ അറിഞ്ഞ്, അവിടുത്തെ അനുസരിച്ച്, അവിടുത്തെ കൽപ്പന അനുസരിച്ച്, അവിടുത്തെ വചനം ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, സഹജീവികളോട് കൂട്ടായ്മ ആചരിച്ച്, സഹജീവികളോട് അനുകമ്പാപൂർവം പെരുമാറി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്നതായ വാഗ്ദത്ത നാട്ടിലേക്ക് അനന്തവിദൂര ഭാവിയിൽ എത്തിച്ചേരും എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും പൊറുക്കണമേ. ഈ കേരളത്തിൽ നടക്കുന്ന സുവിശേഷ വേലയെ അനുഗ്രഹിക്കണം. തിരുസഭയെ അനുഗ്രഹിക്കണം. എല്ലാ പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ സെക്ഷനുകളെയും നടത്തുന്നവരെ അനുഗ്രഹിക്കണം. സൗത്ത് വെസ്റ്റിൻ്റെ യൂണിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂണിയൻ നേതൃത്വത്തിനും യൂണിയനിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ അടിയങ്ങളാലാവുന്നതൊക്കെയും ചെയ്യുവാൻ തിരുമേനി സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, ഇത്രത്തോളം ഞങ്ങളെ കരുതിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. എല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് തിരുമേനിക്ക് സ്തോത്രം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും അടിയങ്ങളോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രിയ സഭയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമേ. ആമേൻ.